നമസ്കാരം. ഇന്നത്തെ തൃശൂർ വാർത്തകളിലേക്ക് സ്വാഗതം. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനാകാതെ മുന്നോട്ടു പോകാൻ ആകില്ലെന്ന് KCB. ഈ വർഷം വൈദ്യുതി നിരക്ക് 4.45% കൂട്ടണം എന്ന നിർദ്ദേശമാണ് ബോർഡ് റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതിനു പുറമെ വർഷത്തിൽ ജനുവരി മുതൽ മെയ് വരെയുള്ള 5 മാസം സമ്മർ ചാർജ് ഇനത്തിൽ പ്രത്യേക ഫീസ് ഈടാക്കണം എന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് DGP ഷേഖ് ദർവേഷ് സാഹിബ്. PV അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനമടക്കമുള്ള ആരോപണങ്ങളിലാണ് നടപടി. ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം തുടങ്ങി അൻവർ മൊഴി നൽകിയ 5 കാര്യങ്ങളിലാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. ദേശീയ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പദ്ധതി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നൽകാൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി. 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭ്യമാകും. പദ്ധതിയുടെ ഗുണം 6 കോടിയിലധികം മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കും. 4.5 കോടിയിലേറെ കുടുംബങ്ങൾ പദ്ധതിയുടെ കീഴിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വീട്ടിൽ നടന്ന ഗണപതി പൂജയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തതിൽ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നു. ഒരു സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്ക് നരേന്ദ്രമോദിക്ക് അനുവാദം നൽകിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ നടപടി ഞെട്ടിക്കുന്നതാണെന്ന് അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ പ്രശാന്ത് ഭൂഷൺ പ്രതികരിച്ചു. ഗാർഹിക സ്ത്രീധന പീഡനത്തിനെതിരെയുള്ള നിയമങ്ങളാണ് രാജ്യത്ത് ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെടുന്നതെന്ന് സുപ്രീം കോടതി. ഭർതൃവീട്ടിൽ സ്ത്രീ ക്രൂരതയ്ക്ക് ഇരയായാൽ ഭർത്താവിനും വീട്ടുകാർക്കും ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 498A വകുപ്പ്, ഗാർഹിക പീഡന നിയമത്തിലെ വ്യവസ്ഥകൾ എന്നിവ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തേടിയെത്തുന്നവർക്ക് മാത്രമല്ല ജീവനക്കാർക്കും ഈ ഓണക്കാലം പരമാനന്ദം. 95,000 രൂപ വരെയാണ് ജീവനക്കാർക്ക് ബോണസായി ലഭിക്കുക. സർക്കാരിന്റെ ബോണസ് പരിധി കടക്കാതിരിക്കാൻ പെർഫോമൻസ് ഇൻസെന്റീവ്, എക്സ്ഗ്രേഷ്യ എന്നിങ്ങനെ വേർതിരിച്ച് ഒരുമിച്ച് നൽകും. കഴിഞ്ഞ തവണ ഇത് 90,000 രൂപയായിരുന്നു. ഫാറൂഖ് കോളേജിൽ നിയമങ്ങൾ ലംഘിച്ചുള്ള ഓണാഘോഷത്തിൽ പോലീസ് കേസ്. കാറുകളുടെ ഡോറിൽ കയറിയിരുന്നാണ് വിദ്യാർത്ഥികൾ യാത്ര ചെയ്തത്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളാണ് നിരവധി കാറുകളിൽ യാത്ര ചെയ്തത്. റോഡിൽ വലിയ രീതിയിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയാണ് ഓണാഘോഷം നടന്നത്. കറുത്ത വസ്ത്രങ്ങളുമായി ബഹളത്തോടെ ഓടി അടക്കമുള്ള ആഡംബര വാഹനങ്ങളിലായിരുന്നു നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുള്ള വിദ്യാർത്ഥികളുടെ റോഡ് ഷോ. തൃശൂർ ജില്ലയിലെ തദ്ദേശ വാർഡ് പുനർവിഭജനത്തിൽ പുതുതായി രൂപവൽക്കരിക്കപ്പെട്ടത് 153 വാർഡുകൾ. ജില്ലയിൽ ത്രിതല പഞ്ചായത്തിൽ ആകെ 1709 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. ഇത് പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തലങ്ങളിൽ 153 എണ്ണം കൂടി. നിലവിൽ 1762 വാർഡുകളായി. ഇതോടെ വനിതാ പ്രാധാന്യവും ഗണ്യമായി ഉയരും. ജില്ലയിലെ പകുതിയിലധികം വാർഡുകളിൽ വനിതകൾ മത്സരിക്കും. ഏകദേശം 56% വനിതാ പ്രാതിനിധ്യമാണ് പുതിയ വാർഡ് വിഭജനത്തിലൂടെ ഉണ്ടാവുക എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ തുടർച്ചയായി ഡയാലിസിസ് മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് രോഗികളും ഒപ്പമെത്തിയവരും ഉപരോധ സമരം നടത്തി. യന്ത്രത്തകരാർ കാരണം ഡയാലിസിസുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചത്. പിന്നീട് ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. ആശുപത്രിയിലുള്ള 10ലേറെ ഡയാലിസിസ് യന്ത്രങ്ങളിൽ പലതും 2 മാസമായി തകരാറിലാണ്. 2 ഷിഫ്റ്റുകളിലായി ദിവസവും രാവിലെയും വൈകിട്ടും 12 പേർക്കാണ് ഡയാലിസിസ് നടത്തി വരുന്നത്. നിലമ്പൂർ സംസ്ഥാന പാതയിൽ ഒറ്റപ്പിലാവിനു സമീപം ജല അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടി പുതുതായി നിർമ്മിച്ച റോഡ് തകർന്നു.
റോഡിനടിയിലെ കൂറ്റൻ പൈപ്പ് വലിയ ശബ്ദത്തോടെ തകർന്ന് വെള്ളം ശക്തിയായി പുറത്തേക്കൊഴുകി. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ജീവനക്കാർ എത്തി വാൽവ് അടച്ച് വെള്ളമൊഴുക്ക് തടഞ്ഞു നിർത്തി. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.